ചവണേട്ടാ ഇലക്ഷൻ പ്രചരണം പൊടിച്ച് നടക്കുന്നുണ്ട്, ഗംഭീരമായി നടക്കുന്നുണ്ട് അല്ലേ? എന്തായാലും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ എല്ലാവരും നല്ലതാട്ടോ. പക്ഷെ അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല. പക്ഷേ ഞാൻ വോട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല, വ്യക്തികളിൽ നോക്കിയിട്ടേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അതെ അശോകേട്ടാ, ഫേസ്ബുക്കിലൊരു സ്റ്റോറി വന്നതാണ്. ഒരു വയസ്സായ ആള് വാടക വീട്ടിലാണ് താമസം. പക്ഷെ വാടക കൊടുക്കാൻ വഴിയില്ലാതെ ആ വീട്ടുടമസ്ഥൻ ഇയാളെ ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ടപ്പോൾ നാട്ടുകാരൊക്കെ ഒന്ന് കണ്ടു. അവർ ഇടപെട്ട ശേഷം ഒരു സാവകാശം വാങ്ങിച്ചു കൊടുത്തു. ഈ സമയത്താണ് ഒരു പത്രപ്രവർത്തകൻ അതിൽ വരുന്നത്. അങ്ങനെ ഇയാളുടെ ഫോട്ടോയും ഇയാളുടെ കഥയൊക്കെ എടുത്തിട്ട് അതങ്ങനെ ഇയാളുടെ പത്രത്തിൽ കൊടുക്കാൻ പോയി. പത്രത്തിന് മാനേജർ പറഞ്ഞു, ഇത് നോക്കിയിട്ട് ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ നോക്കട്ടെ? ആ, ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ. അതെ, ഇദ്ദേഹം നല്ല ഒരു നേതാവാണ്. ഇതുപോലെയുള്ള സത്യസന്ധനും അതുപോലെ ആദർശധീരനും അഴിമതി തീരെയില്ലാത്തൊരു നേതാവ് ഇന്ത്യ കണ്ടിട്ടില്ല. പക്ഷെ എന്താ അറിയോ, അവസാനം ഇദ്ദേഹത്തിന് ഒരു വാടക വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു ഗതികേട് വന്നില്ല. അയ്യേ, അവസാന കാലങ്ങളിൽ ദരിദ്രനായിരുന്നു എന്നൊക്കെ അതൊക്കെ ശരി തന്നെ. പക്ഷേ ലാസ്റ്റ് മകൻ്റെ കൂടെയൊക്കെ തന്നെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്. പിന്നെ ഈ ഫേസ്ബുക്കുകാരും വാട്സപ്പുകാരും വെറുതെ എഴുതി ഉണ്ടാക്കിയിട്ട് ഓരോന്ന് വിടുന്നതാണെന്ന് അതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എന്താ പറയുക, യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും കണ്ട് ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണെന്നിപ്പോൾ എന്താ ചെയ്യുക? സാമാന്യം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നതും മത്സരിക്കുന്നവരൊക്കെ. ഈ ഇലക്ഷൻ വരുന്ന ടൈമിലെ സ്ഥാനാർത്ഥികൾ കുറച്ച് സാധനങ്ങൾ ആ വീട്ടിൽ അവിടെ വാങ്ങിച്ചു കൊടുത്തു, അവിടെ അവരുടെ കാല് പിടിച്ചു, കൈ പിടിച്ചു, അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ വെറുതെ പറയണതാണ്. ശരിയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പോലീസ് കേസ് വന്നു വെച്ചോളൂ നമ്മുടെ നാട്ടിൽ ആർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം മുട്ടി, ആ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ആര് പോകണം? ഇവരെ പോലുള്ള ആൾക്കാർ പോകണം. എന്നിട്ട് ഇവർ കുറ്റം പറയുക, ലാസ്റ്റ് ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ തന്നെ വേണവും വേണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരാ നോക്ക്, നമ്മുടെ സ്ഥാനാർത്ഥി വന്നടാ. നമസ്കാരം, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എനിക്കറിയാം ഇവിടെ വന്ന എല്ലാവരും കാണാൻ കഴിയുന്നു. ചവണ്ടേട്ടാ, ചേട്ടാ, ഗിരീഷ് ചേട്ടാ, നമസ്കാരം. ഇപ്രാവശ്യം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതെ. അല്ലാട്ടാ, അനീഷിനെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള സഹായിക്കാനുള്ള മനസ്സ് വേറെ ആർക്കും കിട്ടില്ല. പിന്നെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പലതും ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടാകണത് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാതെ പബ്ലിസിറ്റിക്കൊന്നുമല്ല. എനിക്ക് ഈ വോട്ട്, എലക്ഷൻ, അതേപോലെ ഈ സ്ഥാനമാനങ്ങൾ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഇവരൊക്കെ കൂടി നിർബന്ധിച്ചപ്പോൾ അങ്ങനെ നിന്നേ ഉള്ളൂ. എന്നെക്കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും 4 നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നിന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക. അല്ലാട്ടാ, സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങളുടെ കാശ് കൊണ്ട് അധികാരം കിട്ടുമ്പോൾ ഇനിയും കൂടുതൽ ചെയ്യാലോ. അതല്ലേ ശരി? അപ്പോൾ ഒന്ന് ശരി ചമ്മണ്ടേട്ടാ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചിഹ്നം അറിയാലോ. അപ്പോൾ ഒന്ന് ശരി ചമ്മണ്ടേട്ടാ, കാണാം. ശരി. അതെ അശോകേട്ടാ, ഇപ്പോഴാണ് അശോകേട്ടൻ പറഞ്ഞത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല വ്യക്തിപരമായിട്ടാണ് വോട്ട് ചെയ്യണു എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം വന്നത്. അനീഷ് ജയിക്കും, നല്ലവനാണ്. എന്തായാലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു, ഉറപ്പാണ്. എന്തോ എനിക്ക് തോന്നില്ല കേട്ടാ. എന്താ ഈ ചാമണിട്ട് എങ്ങനെ പറയുന്നത്? ആ ചളയിലെ കുമാരനില്ലേ, ആ ചെക്കനെ കടം മുടിഞ്ഞിട്ട് ചാകാൻ വേണ്ടി പോയി നിന്നാണ്ടാ. കടം വാങ്ങി മുടിഞ്ഞിട്ട് ഇവൻ പോയി ഇടപെട്ട് അവൻ്റെ ആദ്യം കുടി നിർത്തി. അവൻ്റെ ഭാര്യയ്ക്ക് ഏതോ കമ്പനിയിൽ നല്ലൊരു പണിയും വാങ്ങിച്ചു കൊടുത്തു. 3 മക്കളിനെ പഠിപ്പിച്ച് നന്നായിട്ട് ഇവൻ പഠിപ്പിക്കുകയും ചെയ്തു. ഇവനത് അവിടെ ഒരു 3.5 സെൻറ്റ് സ്ഥലവും വാങ്ങി ഒരു നല്ല വീടും വെച്ച് കൊടുത്തടാപ്പാ. അത് നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. കേടാ, അവനെ കൊണ്ട് ഇവൻ പോയി വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ആ പാവി എന്താ പറഞ്ഞതെന്നറിയോ? അനീഷേ, നീ എൻ്റെ ജീവനാണ്, നീ എൻ്റെ ദൈവമാണ് നീ. എങ്കിലും എനിക്കൊരു പാർട്ടിയുണ്ട്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് മറന്ന് ഞാൻ വോട്ട് ചെയ്യില്ല കേട്ടാ, നീ ഒന്നും വിചാരിക്കണ്ടെന്ന്. ഇതുപോലത്തെ മഹാഭാവികൾ ഉണ്ടാകുമ്പോഴേ ഇവ 1 അല്ലടാ 10 പ്രാവശ്യം ജയിക്കും.